ഹലോ, വെൽക്കം ടു മാക്സിയോൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് 5 മൊഡ്യൂളുകളായിട്ടാണ് നമുക്ക് മാത്തമാറ്റിക്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ലീനിയർ ആൾജിബ്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് സാറ്റിസ്ഫൈ എ ബി ഈക്വൽ ടു ബി എ. അതായത് എ ബി ഈക്വൽ ടു ബി എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണ്? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു കമ്മ്യൂട്ടേറ്റീവ് മെട്രിക്സ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി തന്നിട്ടുള്ള എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 1ഉം ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു 0യുമാണ്. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ 1ഉം ഡിറ്റർമിനന്റ് ഓഫ് ബി 0യുമാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് എ ക്യൂബ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി ക്യൂബ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, അതായത് ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ രണ്ട് ടേമുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് കോമൺ ആയിട്ടുണ്ട്? നമുക്ക് എ സ്ക്വയറും ബി സ്ക്വയറും കോമൺ ആയിട്ട് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ മെട്രിക്സിന്റെ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ആ മെട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു കണ്ടീഷൻ തന്നിട്ടുള്ളത്, എ ബി ഈക്വൽ ടു ബി എ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തായിരിക്കും? എ സ്ക്വയർ ബി സ്ക്വയർ രണ്ടിലും കോമൺ ആണ്. എ സ്ക്വയർ ബി സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം. എ സ്ക്വയർ ബി സ്ക്വയർ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്തായിരിക്കും? എ പ്ലസ് ബി ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എന്നായിരിക്കും എഴുതാൻ പറ്റുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ ബി നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ ബി സ്ക്വയർ എന്നുള്ളത് ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. എ പ്ലസ് ബി നമ്മൾ അടുത്തതായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഡിറ്റർമിനന്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയാം. അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ബി സ്ക്വയറിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 സ്ക്വയർ ആയിരിക്കും. ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0ന്റെ സ്ക്വയർ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ബി 0 ആയതുകൊണ്ട് ബി സ്ക്വയർ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ബി സ്ക്വയർ 0 ആവുന്നത് കൊണ്ട് തന്നെ മൊത്തം നമ്മുടെ ഡിറ്റർമിനന്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് എത്ര നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണോ, യുണീക്ക് സൊല്യൂഷൻസ് ആണോ, അല്ലെങ്കിൽ എക്സാക്ട്ലി 2 സൊല്യൂഷൻസ് ആണോ? ഇനി ഇതൊന്നുമല്ല, അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയും. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയും നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ, അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയും നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് എന്തായിരിക്കും? യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അതല്ല, റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയും ഈക്വൽ ആണ്, അത് ഈക്വൽ ആണ്, പക്ഷേ അത് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ, നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ അല്ല എന്നാണെങ്കിൽ അവിടെ നമുക്ക് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും നമുക്ക് ഈക്വൽ അല്ല, അല്ലെങ്കിൽ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിനോട് ഈക്വൽ അല്ലാത്ത കേസിൽ നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അവിടെ നമുക്ക് നോ സൊല്യൂഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ടും ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനകത്ത് ഓർത്ത് വെക്കേണ്ടത്. ഇത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസുകളും, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ഈ രണ്ട് കേസിൽ സൊല്യൂഷൻ ഉണ്ടാവുന്ന കേസിനെയാണ് നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് പറയാം. അതായത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തായിരിക്കും?
സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത കേസാണ് നമ്മൾ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് നമുക്ക് ആദ്യം Ax = b എന്നുള്ള ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് A എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ കോഎഫിഷ്യൻസുകളുടെ, അതായത് x1 x2 x3 എന്ന് പറയുന്ന ഈ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഇക്വേഷൻ x1ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, x2ന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, x3ന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. വീണ്ടും നമ്മൾ അടുത്ത ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ x1ന്റെ കോഎഫിഷ്യന്റ് 2, x2ന്റെ കോഎഫിഷ്യന്റ് 3, x3ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ആൻഡ് ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ x1ന്റെ കോഎഫിഷ്യന്റ് 3, x2ന്റേത് 5 ആൻഡ് x3ന്റേത് 2. ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി B എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ് വരുന്നുണ്ടാവുക? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എലമെന്റ്സുകൾ, അതായത് വരുന്നത് എന്തായിരിക്കും? 3, 3, 1 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതിനെ നമ്മളൊരു കോളമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് AB എഴുതാം. ഓഗ്മെന്റഡ് മെട്രിക്സ് AB എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? നമുക്ക് 1, 2, 3 ഇതാണ് നമുക്ക് വരിക A എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ബിയും കൂടെ കൂട്ടിച്ചേർക്കാം. അപ്പോൾ 2, 3, 1, 3 എന്നുണ്ടാവും. 3, 5, 2, 1 ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് AB വരുന്നുണ്ടാവുക. അപ്പോൾ റാങ്ക് ഓഫ് Aയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് AB നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണമെന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരുമിച്ച് തന്നെ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരുമിച്ച് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ഓപ്പറേഷൻസ് നടത്താം? R2നകത്ത് R2 - 2R1 എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്താം. R3-നകത്ത് R3 - 3R1 എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് നടത്താം. അതായത് ഇവിടെ നമ്മൾ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിൽ നമുക്ക് മാറ്റമൊന്നുമില്ല. 1, 2, 3 തന്നെ വരുന്നുണ്ടാവും. സെക്കൻഡ് റോയിലേക്ക് വരുന്ന കഴിഞ്ഞാൽ 2 - 2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി 3 - 4 എന്ന് പറയുന്നത് -1 ആയിരിക്കും. ആൻഡ് 1 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 to 1 ആണ്. x3 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 1 to 1 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 1 to 1 ആയതുകൊണ്ട് തന്നെ 1 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് -1 എന്ന് വരുന്നുണ്ടാവും. ആൻഡ് 3 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും? -6 ആയിരിക്കും അല്ലേ? 3 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 ആയിരിക്കും വരുന്നുണ്ടാവുക. എഗെയിൻ R3 - 3R1 ആണ് നമുക്ക് വരുന്നത്. R3 - 3R1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നുണ്ടാവുക എന്തായിരിക്കും? നമുക്ക് R3 - 3R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് 0 ആയിരിക്കും. 5 - 6 എന്ന് പറഞ്ഞാൽ -1 ആണ്. 2 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. 1 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -8 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നമുക്ക് ഈ രണ്ട് ഓപ്പറേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് റോയും തേർഡ് റോയിലും നമുക്ക് ചേഞ്ച് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? R3-ൽ നമുക്ക് R3 - R2 ചെയ്യാം. R3-ൽ നമുക്ക് R3 - R2 ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെട്രിക്സ് വീണ്ടും എങ്ങനെയായിട്ട് മാറും? ഫസ്റ്റ് രണ്ട് റോസിൽ മാറ്റമില്ല. 1, 2, 1, 3 എന്ന് വരും. സെക്കൻഡ് റോയിൽ 0, -1, -1, 3 ആയിരിക്കും. തേർഡ് റോ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ആദ്യത്തെ 3 എലമെന്റും നമുക്ക് രണ്ട് റോയിലും സെയിം ആണ്. സോ 0, 0, 0 വരും. -8 മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് -5 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? -8 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 എന്ന് വരും. ഇവിടെ നോക്കുക, ഇത്രയുമാണ് നമുക്ക് എയുടെ റാങ്ക് വരുന്നുണ്ടാവുക. അതേപോലെ ഈ ടോട്ടലാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? ഓഗ്മെന്റഡ് മെട്രിക്സ് ABയുടെ റാങ്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് AB ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് എന്തുണ്ടാവില്ല? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following subsets is a subspace of the vector space R3 over the field R? അതായത് R3യുടെ സബ്സ്പേസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ R3യുടെ സബ്സ്പേസുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് 0 ആയിരിക്കും നമുക്കൊരു സബ്സ്പേസ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തത് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആയിരിക്കും. അതായത് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് എന്ത് പറയാം? പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഉണ്ടാവും. ആൻഡ് ഫൈനലി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്നും കൂടെ വരും. അതെന്തായിരിക്കും? നമുക്ക് 0, 0, 0 എടുക്കാം. R3 ആയതുകൊണ്ട് 0, 0, 0 വരുന്നുണ്ടാവും. ഇനി ലാസ്റ്റ് വൺ എന്തായിരിക്കും? R3 ആയിരിക്കും. ഈ 4 സബ്സ്പേസുകളാണ് നമുക്ക് R3ക്ക് വരുന്നുണ്ടാവുക. ഒന്ന് 0 ആയിരിക്കും, മറ്റൊന്ന് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആയിരിക്കും, മറ്റൊന്ന് പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആയിരിക്കും, ആൻഡ് ഫൈനലി R3 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇവിടെ നമ്മൾ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം.
അതായത് നമുക്കൊരു സബ്സ്പേസ് ഒരു സ്പേസ് തന്നു കഴിഞ്ഞാൽ അത് സബ്സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് നോക്കാം? 0 0 0 അല്ലെങ്കിൽ 0 അതിനകത്ത് ഉണ്ടെങ്കിൽ, ഇപ്പം 0 അതിനകത്ത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ഒരു സ്പേസ് സബ്സ്പേസ് ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ 0 ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സബ്സ്പേസ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇവിടെ നമ്മൾ R3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? 0 0 0 നമ്മുടെ സ്പേസിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് 0 0 0 ഉണ്ട്. അത് ഉണ്ടെന്ന് വിചാരിച്ച് സബ്സ്പേസ് ആവുന്നില്ല, പക്ഷെ എന്നാലും നമുക്കൊരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തൽക്കാലം നമുക്ക് അതവിടെ വെക്കാം അല്ലേ? കാരണം 2u + 3v + 4w = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u v w നമുക്ക് 0 0 ആയിക്കഴിഞ്ഞാൽ 0 0 0 ആയിക്കഴിഞ്ഞാൽ അതൊരു പോസിബിലിറ്റി ആണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 0 ഇതിലെ സെറ്റിനകത്തുണ്ട്. 0 സെറ്റിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സബ്സ്പേസ് ആവുന്നില്ല, പക്ഷെ എന്നാലും 0 സെറ്റിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസിൽ നമുക്ക് വരുന്ന എന്താണ്? 2u + 3v + 4w = 1 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് u v w നമ്മൾ 0 0 0 കൊടുത്തു കഴിഞ്ഞാൽ 0 0 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 = 1 ആണ്. അത് നമുക്കൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ 0 എവിടെ ഉണ്ടാവില്ല? നമ്മുടെ സെറ്റിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ 0 നമ്മുടെ സെറ്റിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സബ്സെറ്റ് എന്തായിരിക്കില്ല? ഒരു സബ്സ്പേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ സിയിൽ എന്താണ്? u > 0 ആണ്, v > 0 ആണ് ആൻഡ് w < 0 ആണ്. അതായത് ഇത് കേസിലൊന്നും, അതായത് u > 0 എന്ന് പറഞ്ഞാൽ 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, v > 0 എന്ന് പറഞ്ഞാൽ 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, w < 0 എന്ന് പറഞ്ഞാൽ 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ u v w എന്തായിട്ട് മാറില്ല? 0 0 0 നമ്മുടെ സെറ്റിനകത്ത് ഉണ്ടാവില്ല. കാരണം യും ബിയും > 0 ആണ്, w < 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇതും നമുക്ക് ഉണ്ടാവില്ല. സോ ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി അടുത്തതിൽ നമുക്ക് എന്തുണ്ടാവും? 0 0 0 നമുക്ക് ഉണ്ടാവും. കാരണം യും ബിയും ഡബ്ല്യൂയും റാഷണൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ യും ബിയും ഡബ്ല്യൂയും നമ്മൾ 0 എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? എല്ലാം റാഷണൽസ് ആയിരിക്കും. അപ്പോൾ 0 0 ഉണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്ക് സബ്സ്പേസ് ആണോ അല്ലേ എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഒരു സ്പേസ് സബ്സ്പേസ് ആണെങ്കിൽ, ഒരു സെറ്റ് സബ്സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ അത് എന്തുകൂടെ സാറ്റിസ്ഫൈ ചെയ്യണം? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വെക്റ്റർ അഡീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇതിനകത്തുള്ള രണ്ട് എലമെന്റ്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തുള്ള എലമെന്റ് ആയിരിക്കണം, അതിനകത്തുള്ള എലമെന്റ്സിനെ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തുള്ള എലമെന്റ് ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ലാസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യു വി ഡബ്ല്യു എന്ന് പറയുന്നത് റാഷണൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ ദ ഫീൽഡ് ആർ ആയതുകൊണ്ട് നമ്മൾ R2-നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഒരു എലമെന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് R2 നമ്മുടെ റിയൽ നമ്പറിനകത്തുണ്ട്, നമ്മുടെ ഫീൽഡിനകത്തുണ്ട്. അതേപോലെ തന്നെ 1 1 1 എടുത്തു കഴിഞ്ഞാൽ എല്ലാം റാഷണൽ ആയതുകൊണ്ട് യു വി ഡബ്ല്യു റാഷണൽ ആയതുകൊണ്ട് അത് നമ്മുടെ സെറ്റിനകത്തും ഉണ്ട്. അപ്പോൾ √2 × 1 1 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? √2 ആയിരിക്കും. ഈ √2കളൊന്നും റാഷണൽസ് അല്ല, എല്ലാം ഇറാഷണൽസ് ആണ്. അത് എവിടെ ഉണ്ടാവില്ല? നമ്മുടെ സെറ്റിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സെറ്റിനകത്ത് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈ ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു സെറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ ഡി നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ അല്ല, ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ അല്ല, അതുകൊണ്ട് ഒഴിവാക്കാം. ഇത് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ അല്ല, പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ അല്ല, അതും ഒഴിവാക്കാം. ആൻഡ് ഓൾസോ യു വി ഡബ്ല്യു റാഷണൽസ് എന്ന് പറഞ്ഞാൽ അതും പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ അല്ല, ലൈൻസ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ അല്ല, അങ്ങനെ നമുക്ക് ഒഴിവാക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണെന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരു സബ്സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ഒക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ ആ രീതിയിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ലീനിയർ മാപ്പ് V2-ൽ നിന്നും V2-ലേക്കാണ്. അതായത് 2 ഡയമെൻഷണൽ സ്പേസിൽ നിന്നും 2 ഡയമെൻഷണൽ സ്പേസിലേക്കാണ് തന്നിട്ടുള്ളത്. T(10) = 5 3 T(01) = 2 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T(23) ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 അതായത് T(10)ൽ നമ്മൾ 10 എടുത്തു, അതേപോലെ T(01)ൽ നമ്മൾ 01 എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? നമുക്ക് R2-ൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. അതായത് ഒരു 2 ഡയമെൻഷണൽ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ആ 2 ഡയമെൻഷണൽ സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇതിനെ പറയാം. കാരണം 10 യും 01 എന്താണ്?
ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിനെ കൊണ്ട് നമുക്ക് മൊത്തം R2ലുള്ള എലമെന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അത് സ്പാനുമാണ്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന എന്തായിരിക്കും, ഒരു ബേസിസ് ആയിരിക്കും. യൂഷ്വലി നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് വരുന്ന ഈ എലമെന്റുകൾ എപ്പോഴും എന്തായിരിക്കും, ബേസിസ് എലമെന്റ്സുകളായിരിക്കും വരുന്നുണ്ടാവുക. അതായത് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്പേസ് ഏതാണോ ആ സ്പേസിനകത്തുള്ള ഒരു എന്തായിരിക്കും വരുന്നുണ്ടാവുക, ബേസിസ് എലമെന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് ബേസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ T(10) ഇപ്പോൾ നമ്മൾ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ബേസിസിന്റെ പ്രത്യേകത എന്താണ്, ഏതൊരു എലമെന്റിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഫോമിൽ എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2,3 ആണ്. അപ്പോൾ 2,3നെ നമുക്ക് എന്ത് ചെയ്യാം, T(23) കണ്ടുപിടിക്കാനായിട്ട് 2,3നെ നമുക്ക് 10ന്റെയും 01ന്റെയും ടേംസിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. എങ്ങനെ എഴുതാൻ പറ്റുക, 2,3നെ നമുക്ക് 2 × 10 പ്ലസ് 3 × 01 എന്ന് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ 2 × 10 പ്ലസ് 3 × 01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിനി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ T(23) ഈക്വൽ ടു T2 കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുത്താൽ T(10) പ്ലസ് 3 കോൺസ്റ്റന്റ് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ T(01) എന്നായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 2 × എന്താണ് T(10) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53 ആണ്, പ്ലസ് 3 × T(01) എന്താണ് 21 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10, 6 പ്ലസ് എന്ത് വരുന്നുണ്ടാവും, 63 വരുന്നുണ്ടാവും. ടോട്ടലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 69 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, T(23) നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ തരുന്നത് എപ്പോഴും എന്തായിരിക്കും, ബേസിസ് എലമെന്റ്സുകളായിരിക്കും വരുന്നുണ്ടാവുക. ആ ബേസിസ് എലമെന്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കുക, അതിന്റെ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതാൻ പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ T(23)യുടെ വാല്യൂ നമുക്ക് 69 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ലീനിയർ ഓൾജിബ്ര ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലീനിയർ ഓൾജിബ്ര ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷനും ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഡിറ്റർമിനൻറ്റും അതേപോലെ തന്നെ ബേസിസും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സബ്സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.